Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ വിജയകുമാർ അഭിഭാഷകനായി 50 വർഷം പൂർത്തീകരിച്ചത് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാവൈഭവം തെളിയിക്കാൻ പട്നയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30 ഓൺലൈനായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. മത്സരത്തിൽ സിയയ്ക്ക് A ഗ്രേഡിന്റെ സ്വർണ്ണത്തിളക്കം. തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനവുമായി കണ്ടോത്തെ സാധിക. പങ്കെടുത്ത 3 ഇനങ്ങളിലും A ഗ്രേഡ് നേടിയ സാധിക പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ വിജയകുമാർ അഭിഭാഷകനായി 50 വർഷം പൂർത്തീകരിച്ചത് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 50 വർഷക്കാലമായി അഭിഭാഷകനായും പയ്യന്നൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നിർണായകമായ ഇടപെടലുകൾ നടത്തിയ അഡ്വക്കേറ്റ് കെ വിജയകുമാറിന്റെ കർമ്മനിരതയുടെ 50ാം വാർഷികം പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു. ഒരുപാട് ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിച്ച് മൂത്ത മകനായി ജനിച്ച് പിന്നെ എല്ലാ ഭാരങ്ങളും നേരിടേണ്ടി വന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് മുന്നോട്ട് പ്രയാണത്തിൽ ഈ ലിറ്റിഗേഷൻ പ്രൊഫഷനിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മക്കൾ എന്തുകൊണ്ട് തുടർന്നില്ല? എൻ്റെ പ്രയാസം കണ്ട് അവരാരും തയ്യാറായില്ല. അത് തന്നെയാണ് യഥാർത്ഥം. എൻ്റെ വൈഫിനോട് ചോദിച്ചാലും അത് തന്നെയാണ് ഉത്തരം. ഞാൻ ജഡ്ജിയായപ്പോൾ ഏറ്റവും എന്നെ ക്രിട്ടിസൈസ് ചെയ്ത വ്യക്തി എൻ്റെ വൈഫായിരുന്നു. പുറമേ നോക്കുമ്പോൾ, നമ്മൾ പുറമോടികൾ കാണുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാക്രിഫൈസാണ്. നമ്മളൊക്കെ നീതിയുടെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ സ്വന്തം കുടുംബത്തിൽ നീതി നൽകാത്തവരാണ് നമ്മൾ എല്ലാവരും അഭിഭാഷകരും ന്യായാധിപന്മാരും. ആ തിരിച്ചറിവ് ചിലപ്പോഴും പൊതുജനങ്ങൾക്കില്ല. നമ്മൾ അവധി ആഘോഷിക്കുന്നു, അവർക്ക് ചിന്തിക്കുമ്പോൾ അവർ കരുതുന്നു നമ്മളെന്തോ എല്ലാ സമയവും അവധിയും 2 മാസം കോടതി അവധി, 30 ദിവസം 10 ദിവസമൊക്കെ അവധി ആഘോഷിക്കുന്നു, തെറ്റിദ്ധരിക്കുന്നു. പരിപാടിയിൽ തലശ്ശേരി ജില്ലാ കോടതി ജഡ്ജ് KT നിസാർ അഹമ്മദ്, കണ്ണൂർ കുടുംബ കോടതി ജഡ്ജ് RL ബൈജു, തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ ജഡ്ജ് പ്രശാന്ത് KN,
പയ്യന്നൂർ സബ് ജഡ്ജ് അൽഷാരിയെ തുടങ്ങിയവരും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമാരും സീനിയർ അഭിഭാഷകരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജ്യോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ഉദ്ഘാടനം നിർവഹിച്ചു. ജ്യോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികം പയ്യന്നൂർ BMLP സ്കൂൾ അച്ചംവീട്ടിൽ എഴുത്തച്ഛൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ, ബൃഹത്തായ പൈതൃകത്തിന്റെ, സംസ്കാരത്തിന്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ് ജ്യോതിഷം. അത് ഒരിക്കലും അന്ധവിശ്വാസമല്ല. നമുക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. പാമ്പിലും എലിയിലും കല്ലിലും പുല്ലിലും ദൈവികത്വം കൽപ്പിക്കുന്നൊരു സംസ്കാരം. 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും 4 ഉപായങ്ങളിലും ഉപവേദങ്ങളിലും ഋഷിപ്രോക്തങ്ങളായ സൂക്തങ്ങളിലും അധിഷ്ഠിതമായ ഒരു സംസ്കാരം. കറയറ്റ ഹിമാലയ ഗിരിശൃംഗമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാധു വിനോദൻ അനുഗ്രഹ ഭാഷണം നടത്തി. കർണാടക മുൻ മന്ത്രി B രാമനാഥ റായ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുൻ ട്രസ്റ്റി K മോഹനചന്ദ്രൻ നമ്പ്യാർ, TK നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, PU രാജൻ എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി. ഡോക്ടർ KK ശ്രീനിവാസൻ, ഡോക്ടർ KK സോമശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാ വൈഭവം തെളിയിക്കാൻ പടന്നയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിനിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30ഓടെയാണ് ഓൺലൈനായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. മത്സരത്തിൽ സിയയ്ക്ക് A ഗ്രേഡിന്റെ സ്വർണ്ണത്തിളക്കം. നീലേശ്വരം ടൗണിലെ ഓട്ടോ ഡ്രൈവർ, പടന്ന തെക്കേപ്പുറം പുതിയ മസ്ജിദിന് സമീപത്തെ അബ്ദുൾ മുനീറിന്റെയും LK സാറുവിന്റെയും ഇളയ മകളായ സിയ ഫാത്തിമയ്ക്ക് വേണ്ടി 6 പതിറ്റാണ്ട് പിന്നിട്ട കലോത്സവ ചരിത്രം മാറ്റിയെഴുതപ്പെടുകയായിരുന്നു. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയാണ്. വാസ്കുലൈറ്റിസ് എന്ന രോഗത്താൽ 3 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന ഈ പെൺകുട്ടി ശാരീരിക അസ്വസ്ഥതകൾ മൂലം തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് സിയ ഫാത്തിമ വാട്സപ്പിലൂടെ സന്ദേശമയക്കുകയും സ്കൂൾ അധികൃതർ അറബിക് അധ്യാപികമാരെ നിവേദനം തയ്യാറാക്കി തൃശൂരിലേക്ക് അയക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ സ്വപ്നതുല്യമായ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തുറക്കുകയായിരുന്നു. 2.5 മാസമായി കാലിലെ മുറിവ് മൂലമുണ്ടായ വേദന സഹിച്ചാണ് പഠനവും ചികിത്സയും നടന്നുവരുന്നത്. അസുഖം അല്പം ഭേദമായതോടെ മൊഗ്രാലിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു. പിന്നീട് കാലിലെ വേദന കലശലായതോടെ പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് വാസ്കുലൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 4 ദിവസമായി പടന്നയിലെ വീട്ടിൽ ക്വാറന്റൈനിലാണ്. തൃശൂരിലെ CMSHSലെ വേദി 17-ൽ ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് വീഡിയോ കോൺഫറൻസിലൂടെ കലോത്സവത്തിൽ പങ്കെടുത്തത്. രാവിലെ 10:30ഓടെ തന്നെ ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയന്റെ നേതൃത്വത്തിൽ കൈറ്റ് അധികൃതരും അധ്യാപകരും ചേർന്ന് ക്രമീകരണങ്ങൾ നടത്തി. പുസ്തകമേള എന്ന വിഷയത്തിൽ നടന്ന അറബിക് പോസ്റ്റർ രചനയിൽ വേറിട്ട വാക്കുകളും ചിത്രവും കോറിയിട്ടാണ് സിയ ഫാത്തിമ മത്സരം പൂർത്തിയാക്കിയത്. സാറിനോട് പറഞ്ഞപ്പം ചെറുങ്ങനെ പ്രതീക്ഷ മന്ത്ര എല്ലാരും ഇങ്ങനെ ആക്കുന്നില്ല പ്രതീക്ഷ. വീടുകൾ പുസ്തകങ്ങൾ കൊണ്ട് അലങ്കരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള അവസരം തുടങ്ങിയ വാക്കുകളാണ് പോസ്റ്ററിൽ എഴുതി ചേർത്തത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മത്സര നടപടികൾ വിജയകരമായി പൂർത്തിയാക്കി. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ R റോഹിൻ രാജ്, പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ AC ശിഹാബ്, പ്രധാനാധ്യാപിക VK ശശികല, മറ്റധ്യാപകരും സിയ ഫാത്തിമയുടെ വീട്ടിലെത്തിയിരുന്നു. പോസ്റ്റർ രചനയിലൂടെ സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡിന്റെ സ്വർണ്ണ തിളക്കമാണ് സിയ ഫാത്തിമയ്ക്കും കുടുംബത്തിനും ലഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനവുമായി കണ്ടോത്തെ സാധിക. പങ്കെടുത്ത 3 ഇനത്തിലും A ഗ്രേഡ് നേടിയ സാധിക പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്.
തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും എ ഗ്രേഡ് ലഭിച്ച ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. സാധിക. കണ്ടോത്താണ് സാധികയുടെ സ്വദേശം. സാധിക, ഏതൊക്കെ ഇനത്തിലാണ് പങ്കെടുത്തത്? പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിൻറ്റിങ്, ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് മടങ്ങി എത്തി ഇപ്പോൾ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ടാ എക്സ്പീരിയൻസ്? ആദ്യത്തെ ദിവസം തന്നെ ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഒരുപാട് വൈകി, രാത്രിയായിട്ട് പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ 9:30 തന്നെ പെൻസിൽ ഡ്രോയിങ്, അതിനുശേഷം വൈകിട്ട് ഒരു 3 മണിയോടുകൂടി ഓയിൽ പെയിൻറ്റിങ്. 3 ഐറ്റത്തിലും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതിന് 3 ഐറ്റത്തിൽ എ ഗ്രേഡ് ലഭിച്ച് ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റേറ്റിൽ എല്ലാ വർഷവും പോകാറുണ്ടെങ്കിലും ഈ വർഷമാണ് 3 ഐറ്റത്തിന് എ ഗ്രേഡ് നേടാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് സന്തോഷം. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെൻറ് മേരീസ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് പയ്യന്നൂർ. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആയാലും, ഇപ്പം റെജി സിസ്റ്റർ ആയാലും, ഹെഡ് മിസ്ട്രസ്, ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലയിൽ, അതായത് സ്റ്റേറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ നിന്നും വേറെ ഒരുപാട് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്, എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റത്തിന്. ഇപ്പം സ്കൂളിൽ നിന്നായാലും ഇപ്പം അച്ഛനും അമ്മയായാലും നാട്ടുകാരായാലും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇങ്ങനെ പ്രൈസ് വാങ്ങാനും വേണ്ടി പറ്റിയത്. നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഈ ആർട്ടും അതുപോലെ പഠിത്തവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് പേരെങ്കിലും പറഞ്ഞിരുന്നു 10ാം ക്ലാസ് അല്ലേ, പറ്റുമോ നിനക്ക്, ഇത്ര ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ. അപ്പം എന്നിൽ തന്നെയുള്ള എനിക്കൊരു വിശ്വാസം, പിന്നെ ദൈവാനുഗ്രഹം, അച്ഛനും അമ്മയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നായാലും. അപ്പം എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇനി പഠിത്തത്തിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ആരുടെ കീഴിലാണ് ഈ 2 ഐറ്റംസും പഠിക്കുന്നത്? അതായത് ഡ്രോയിങ്ങും അതുപോലെ നൃത്തവും പഠിക്കുന്നത് ആരുടെ കീഴിലാണ്? ഇപ്പം ഞാൻ എവിടെയും പോകുന്നില്ല. നൃത്തമായാലും ഡ്രോയിങ് ആയാലും ഒരു കൊറോണയ്ക്ക് മുന്നേ വരെ പോയിട്ട് ഞാൻ നിർത്തിയതാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു. കോമ്പറ്റീഷൻസിന് പോയിപ്പോൾ എനിക്ക് ഏകദേശം ഡ്രോയിങ്ങിൽ ഒരു ഐഡിയ കിട്ടി. അത് വെച്ച് വരച്ച് പോകുന്നു. ഡാൻസ് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് സനൽ മാഷാണ് പഠിപ്പിച്ചത് നമ്മളെ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് സന്തോഷ് മാഷുണ്ട്. എനിക്ക് ഡൗട്ട് വരുന്ന സമയത്ത് പീറ്റർ മാഷ്, അമിതേച്ചി, ധ്രുവരാജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ ഡൗട്ട് ചോദിക്കും. സ്കൂളിൽ ഇപ്പോൾ ഡ്രോയിങ് മാഷായിട്ട് സന്തോഷ് മാഷുണ്ട്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ഓരോ കോമ്പറ്റീഷൻസിലും നന്നായി വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. മാടായിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചിറക്കൽ കോവിലകം ട്രസ്റ്റി CK രാമവർമ്മ രാജ നിർവഹിച്ചു. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. M വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാടായിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ചിറക്കൽ കോവിലകം ട്രസ്റ്റി CK രാമവർമ്മ രാജ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ നിത്യേന എത്തിച്ചേരുന്ന മാടായിക്കാവിലേക്കുള്ള റോഡ് ആധുനിക നിലയിൽ മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ചെയ്യുന്നതിന് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.42 കോടി രൂപയാണ് അനുവദിച്ചത്. 450 മീറ്റർ നീളമുള്ള നിലവിലെ റോഡ് 3 മീറ്ററിൽ നിന്നും 5.50 മീറ്റർ വീതിയിലാണ് മെക്കാഡം റീടാറിംഗ് ചെയ്യുക. അതോടൊപ്പം ഇരുഭാഗത്തും നടപ്പാതയും നിർമ്മിക്കും. ആവശ്യമായ ഇടങ്ങളിൽ വിളക്കുകളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇന്റർലോക്ക് പ്രവൃത്തിയും റോഡ് കടന്നുവരുന്ന ഭാഗത്ത് കവാടവും പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് MLA മാടായിക്കാവിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഗണിച്ച് എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് തീരുമാനിച്ചു. പ്രവൃത്തി ഉദ്ഘാടനത്തിലും സർവകക്ഷി യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു. യോഗത്തിൽ ചിറക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K വേണു, പഞ്ചായത്ത് അംഗങ്ങളായ മണി പവിത്രൻ, ഷൈനി A, V വിനോദ്, MB ഉണ്ണികൃഷ്ണൻ, AV രാജേഷ് കുമാർ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീരാഗ് K, ക്ഷേത്രം മാനേജർ N നാരായണ പിടാരർ, ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ TV, സെക്രട്ടറി KV ബൈജു, ചിറക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് P തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പ്രദർശനം ശ്രദ്ധേയമായി. സ്റ്റാമ്പ്, നാണയ, പുരാവസ്തു ചിത്ര പ്രദർശനത്തോടൊപ്പം തെയ്യം ഫോട്ടോകളും ഹിന്ദി പ്രദർശനവുമാണ് സംഘടിപ്പിച്ചത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു.
ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചത്. ഹിന്ദി ഭാഷയെ കൂടുതൽ അറിയാനായി നടത്തിയ ഹിന്ദി പ്രദർശനം വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകമായി. വിവിധ അക്ഷരങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ച് രസകരമായി തന്നെ ഹിന്ദി പഠിക്കാനുള്ള വഴിയാണ് പ്രദർശനത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തത്. തെയ്യം ഫോട്ടോകളുടെ പ്രദർശനവും സ്റ്റാമ്പ്, നാണയ, പുരാവസ്തു പ്രദർശനവും ഏറെ കൗതുകം നിറയ്ക്കുന്നതായി. പ്രദർശനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഇടയിൽ നമ്മളെ പഠിപ്പിക്കുന്നതിൽ ഒരു മാറ്റം മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുമക്കള് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ടീച്ചർമാർ, അധ്യാപകന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം പഠിക്കാനും അതിൽ നമ്മൾ അവരുടെ ടീച്ചർമാരോട് നമ്മുടെ സംശയങ്ങൾ ചോദിച്ചു പോകാൻ, അല്ലേ? അധ്യാപകരും വിദ്യാർത്ഥികളും വരച്ച വിവിധ ചിത്രങ്ങളുടെ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. നവീകരിച്ച സ്കൂൾ മൈതാനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം MV ഷിമ നിർവഹിച്ചു. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഗണേശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR ശ്രീലത, HM KV ഗിരിജ, KV രാജീവൻ, O അബ്ദുറഹ്മാൻ, K ഷീജ, YR സുധീർ, P പ്രമോദ്, P സുനിത, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി രാപ്പകൽ കണ്ണു തുറന്നിരിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം അത്ര സുഖകരമല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കരിവള്ളൂർ സ്വദേശി EN പ്രദീപ് കുമാർ. തന്റെ 34 വർഷത്തെ സർവീസിനിടയിൽ കണ്ടുതീർത്ത അപകടങ്ങളുടെയും ആത്മഹത്യകളുടെയും ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ. ട്രെയിൻ യാത്രക്കാർ സുരക്ഷിതമായി ഉറങ്ങുമ്പോൾ ട്രാക്കിലെ ഓരോ ചലനവും സസൂക്ഷ്മം നിരീക്ഷിച്ച് എഞ്ചിൻ ക്യാബിനിൽ ജാഗ്രതയോടെ ഇരിക്കുന്നവരാണ് ലോക്കോ പൈലറ്റുമാർ. എന്നാൽ ആ ജാഗ്രതയ്ക്കിടയിലും അവർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് മനസ്സിനെ ഉലയ്ക്കുന്ന മരണങ്ങൾക്കും അപകടങ്ങൾക്കുമാണ്. 1984 ചെന്നൈ ഡിവിഷനിൽ ജോലിയിൽ പ്രവേശിച്ച് 2018 വിരമിച്ച കരിവള്ളൂർ മധുരക്കോട്ടെ EN പ്രദീപ് കുമാറിന് പറയാനുള്ളത് അത്തരത്തിൽ നടുക്കുന്ന ഒട്ടേറെ അനുഭവങ്ങളാണ്. ഒരു രാത്രി യാത്രയിൽ ട്രെയിനിൽ എന്തോ വന്നിടിച്ച ശബ്ദം കേട്ടാണ് പ്രദീപ് കുമാർ വണ്ടി നിർത്തിയത്. പരിസരമാകെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ യാത്ര തുടർന്നപ്പോൾ കണ്ട കാഴ്ച വിചിത്രമായിരുന്നു. ട്രെയിനിനൊപ്പം കൊമ്പൻ മീശക്കാരനായ ഒരാളുടെ തലമാത്രം സഞ്ചരിക്കുന്നത് പോലെ ഒരു തോന്നൽ. ഇത്തരം ഭീതിതമായ നിഴൽ രൂപങ്ങൾ പലപ്പോഴും ലോക്കോ പൈലറ്റുമാരുടെ ഉറക്കം കെടുത്താറുണ്ട്. മറ്റൊരനുഭവം മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഒരാളെ രക്ഷിച്ചതാണ്. ട്രാക്കിൽ ചുവന്ന സാരിയെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ ദൂരെ നിന്നു തന്നെ പ്രദീപ് കുമാർ കണ്ടു. നിർത്താതെ ഹോണടിച്ചിട്ടും അവർ മാറിയില്ല. ഒടുവിൽ അവരുടെ ദേഹത്ത് തൊട്ടില്ല എന്ന മട്ടിൽ ട്രെയിൻ നിർത്തി. അന്ന് ആ സ്ത്രീയിൽ നിന്നും കേൾക്കേണ്ടി വന്ന അസഭ്യവർഷം ഇന്നും ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. ജീവിതം അവസാനിപ്പിക്കാൻ റെയിൽവേ ട്രാക്ക് തിരഞ്ഞെടുക്കുന്നവർ ലോക്കോ പൈലറ്റുമാരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറില്ലെന്ന് പ്രദീപ് കുമാർ ഓർമ്മിപ്പിക്കുന്നു. റണ്ണോവറുകളൊക്കെ ധാരാളം നേരിട്ടുണ്ട്. മറ്റേ സബർബൻ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് റണ്ണോവറുകൾ ഉണ്ടാവും ഒരു ആളുടെ ജീവിതത്തിൽ. കാരണം അതിങ്ങനെ 5 ട്രാക്കാണ്, വളരെ സ്പീഡിൽ പോകുന്ന 2 ട്രാക്ക്, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് 2 ട്രാക്ക്, ഇത് ക്രോസ് ചെയ്ത് വരുന്നവർ, പിന്നെ മരിക്കാനായിട്ട് വരുന്നവർ, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സാധാരണ റണ്ണോവർ ഫേസ് ചെയ്യും. റണ്ണോവർ ഫേസ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണ് ആർക്കായാലും. അത് പിന്നെ ഈ റണ്ണോവറുകളൊക്കെ ഒന്നിച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ട് രാത്രി ഒരു റണ്ണോവർ സ്പെഷ്യൽ തന്നെ ഓടിച്ചിട്ടാണ് റെയിൽവേ റിമൂവ് ചെയ്യുന്നത് ട്രാക്കിൽ. അത് കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ. അപ്പോൾ അതും ഓടിക്കേണ്ടി വരും. നമ്മൾ റണ്ണോവർ സ്പെഷ്യൽ ഓടിക്കേണ്ടി വരും രാത്രി. അതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ രീതികൾ. തുടർച്ചയായ അപകടങ്ങളും മരണങ്ങളും കണ്ട് പലപ്പോഴും ലോക്കോ പൈലറ്റുമാരുടെ മനസ്സ് നിർവികാരമായി മാറാറുണ്ട്. ആത്മഹത്യകളും അപകടങ്ങളും ലോക്കോ പൈലറ്റുമാരുടെ സന്തത സഹചാരികളാണെന്ന് പ്രദീപ് കുമാർ പറയുന്നു. എങ്കിലും ഓരോ യാത്രയിലും ആയിരക്കണക്കിന് ജീവനുകളുടെ ഉത്തരവാദിത്തം തൊഴിലേറ്റുന്ന ഇവർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കണ്ണു തുറന്ന് ട്രാക്കിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം 2018 റെയിൽവേയിൽ നിന്ന് പടിയിറങ്ങിയെങ്കിലും ആ എഞ്ചിൻ ക്യാബിനിലെ കനൽ വഴികളും ട്രാക്കിലെ ചോരപ്പാടുകളും ഇന്നും പ്രദീപ് കുമാറിൻ്റെ ഓർമ്മകളിൽ നിന്ന് മായുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം ജനുവരി 20 നടക്കും. പയ്യന്നൂർ COA ഭവനിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിലായി തിരൂരിൽ നടക്കുന്ന
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി പയ്യന്നൂർ നോർത്ത് മേഖലാ സമ്മേളനം ജനുവരി 20 നടക്കും. പയ്യന്നൂർ COA ഭവനിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 20 രാവിലെ 10 മണിക്ക് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. മൻസൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ചന്തേര പോലീസ് ടീമും COA അംഗങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം 19 രാവിലെ കാലിക്കടവ് മൈതാനിയിൽ നടക്കും. സംഘാടക സമിതി കൺവീനർ MV ദീപു, ചെയർമാൻ VA കലേഷ് കുമാർ, മേഖലാ സെക്രട്ടറി KV രാജൻ, പ്രസിഡന്റ് PP പ്രസാദ്, ജില്ലാ ട്രഷറർ AV ശശികുമാർ, ബിജു കാമ്പ്രത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, കടന്നപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആലക്കാട് എന്നിവയുടെ നേതൃത്വത്തിൽ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്നതാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിന സന്ദേശം. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്, കുടുംബാരോഗ്യ കേന്ദ്രം കടന്നപ്പള്ളി, പ്രാഥമികാരോഗ്യ കേന്ദ്രം ആലക്കാട് എന്നിവയുടെ നേതൃത്വത്തിൽ പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ വെച്ച് ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്നതാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് ദിന സന്ദേശം. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അന്തേവാസികളുണ്ട്, എല്ലാ കാലത്തും 100 അന്തേവാസികളുണ്ട്. അതെല്ലാം നടന്നു പോകുന്നത് ഈ സമൂഹത്തിൽ നല്ല മനസ്സുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി. ഏത് കേന്ദ്രങ്ങളും ഏത് വലിയ സർക്കാർ സംവിധാനങ്ങളായാലും ജനകീയമായ സഹകരണമില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. ആ ജനകീയമായ സഹകരണത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്തുകളും എല്ലാം തന്നെ ഇത്തരം കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മറ്റു കേന്ദ്രങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അത് മനുഷ്യന്റെ കരുണയുടെ ഭാഗമാണ്. കരുണ എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും തരത്തിൽ അവരോട് കാണിക്കുന്ന ഒരു ഇതല്ല. അവർ ഈ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമാണ്, അവരൊപ്പം നിൽക്കേണ്ടവരാണ് എന്ന തോന്നലിന്റെ ഭാഗമായി അവരെ ചേർത്ത് പിടിക്കേണ്ട ഭാഗമായിട്ട് കരുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതുപോലെ ചെയ്തു കൊടുക്കുന്ന ഏതോ നമ്മളെ മാത്രം ഇതായിട്ട് ചെയ്യുന്നില്ലേ. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രമോദ് കുമാർ CV പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശ്രീജേഷ് ശ്രീ വിജയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷായം, വാർഡ് മെമ്പർമാരായ TV പ്രസാദ്, EK സതി, ഷൈന PV, ജിഷ TV, മുബഷീർ ആലക്കാട്, ഹോപ്പ് സെക്രട്ടറി സുജ KS, ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെക്രട്ടറി ജാക്വിലിൻ ബിൻല സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുണ്ടയംകോവൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം ആതിഥ്യമരുളുന്ന ഭരത് മുരളി നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. നാടകോത്സവം കുണ്ടയംകോവലിൽ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കുണ്ടയംകോവൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രം ആതിഥ്യമരുളുന്ന 11ാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു. നാടകോത്സവം വലിയജാൽ ഗവൺമെന്റ് LP സ്കൂൾ ഗ്രൗണ്ടിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായ നാടകോത്സവം സംഘടിപ്പിച്ചു വരികയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന എല്ലാ ആളുകളും വളരെ പെട്ടെന്ന് നാടകം കണ്ട് വീട്ടിൽ പോകാൻ സന്നദ്ധമായിട്ട് വന്നവരാണ്. കുറേ ആള് പുറത്ത് കാത്തിരുന്നുണ്ട് പ്രസംഗം കഴിയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് പ്രസംഗത്തിൻ്റെ ഒരു അവസാനം എത്തുമ്പോഴേക്കും ആളുകൾ കസേര നിറയും. നമ്മുടെ നാട്ടിൽ ഈ സാമൂഹികമായിട്ടുള്ള വലിയ പുരോഗതി കൈവരിക്കുന്നതിന് ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ശക്തിയായ മാധ്യമമാണ് നാടകം എന്ന് പറയുന്നത്. നാടകം മാത്രമല്ല, എല്ലാ കലാസൃഷ്ടികൾക്കും സാമൂഹിക പരിവർത്തനത്തിൻ്റെ പാതയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. KP കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ, ജയശ്രീ, കോക്കാട് നാരായണൻ, ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഇരുട്ടിന്റെ ആത്മാവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പുടയൂർ മനക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റി.
ജനുവരി 15 മുതൽ 21 വരെ നടക്കുന്ന ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് സഹസ്രദീപം തെളിയിക്കൽ നടന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പൊടയൂർമനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റി. നിരവധി പേരാണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം കാണാൻ എത്തിച്ചേർന്നത്. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജനുവരി 17 രാത്രി 10 മണിക്ക് പെരുന്തട്ടയിൽ നിന്നും, 18 രാത്രി 10 മണിക്ക് ചട്ടിയോളിൽ നിന്നും, 19 രാത്രി 10 മണിക്ക് പെരുവാമ്പയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കാഴ്ചകൾ വരും. ജനുവരി 21 രാവിലെ 9 മണിക്ക് ആറാട്ട്, തിടമ്പ് നൃത്തം, കലശപൂജ, കലശാഭിഷേകം എന്നിവ നടക്കും. തുടർന്ന് കൊടിയിറക്കലോടെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് വാർഷിക സമ്മേളനം വലിയചാൽ GUP സ്കൂളിൽ നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് വാർഷിക സമ്മേളനവും 80 വയസ്സു കഴിഞ്ഞ സർവീസ് പെൻഷൻകാരെ ആദരിക്കലും മെമ്പർമാരായ ജനപ്രതിനിധികളെ ആദരിക്കലും വലിയജാൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KSSPU സംസ്ഥാന സെക്രട്ടറി K. കരുണാകരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം മുതൽ ഡിസംബർ 31 വരെ നമ്മുടെ സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് ചേർക്കലായിരുന്നു. മെമ്പർഷിപ്പ് ചേർത്ത് ഡിസംബർ 31 മെമ്പർഷിപ്പ് അംഗീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഇത്. ജനുവരി മാസം 20 യൂണിറ്റ് സമ്മേളനങ്ങൾ തീരും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ഏറ്റവും താഴെയുള്ള ഘടകമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പഞ്ചായത്ത് ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 250-ലധികം മെമ്പർമാരുണ്ടെങ്കിൽ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആ യൂണിറ്റ് വിഭജിച്ച് 2 യൂണിറ്റ് ആക്കാം. അങ്ങനെ നമ്മളെ പയ്യന്നൂർ ബ്ലോക്കിൽ 9 പഞ്ചായത്തിൽ 10 യൂണിറ്റുകളാണ് നമുക്കിപ്പോൾ ഉള്ളത്. കൂടുതൽ മെമ്പർമാരുടെ കരുവള്ളൂരുള്ള ഈ പഞ്ചായത്ത് അവിടെ യൂണിറ്റ് വിഭജിച്ച് 2 യൂണിറ്റായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 10 യൂണിറ്റുകളാണ്. ഈ യൂണിറ്റുകളുടെ സമ്മേളനം ഇന്നത്തോടുകൂടി പയ്യന്നൂർ ബ്ലോക്കിലെ എല്ലാ സമ്മേളനങ്ങളും നടന്നു തീരും. ഇത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നടക്കാനുള്ള നമ്മുടെ ബ്ലോക്ക് സമ്മേളനമാണ്. PV രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. VV സുകുമാരൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CK ബാലചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും C. രവീന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. TV നാരായണൻ മാസ്റ്റർ, T. ദാമോദരൻ മാസ്റ്റർ, PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ധനഞ്ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം 2026 ജനുവരി 17-18 തീയതികളിൽ പയ്യന്നൂരിൽ നടക്കും. മുന്നോടിയായി പയ്യന്നൂരിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സ്റ്റേഡിയത്തിൽ സമാപിച്ചു. പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച SVD 150ാമത് ജൂബിലി സ്മാരക കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മവും സ്ഥാപനത്തിന്റെ 13ാം വാർഷികാഘോഷവും നടന്നു. റവറന്റ് ഫാദർ ടോമി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ വചനജ്യോതി ലഹരിമോചന ചികിത്സാ കേന്ദ്രത്തിൽ പുതിയതായി പണികഴിപ്പിച്ച SVD 150ാമത് ജൂബിലി സ്മാരക കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മവും സ്ഥാപനത്തിന്റെ 13ാം വാർഷികാഘോഷവും നടന്നു. SVD ഇന്ത്യ മുംബൈ പ്രൊവിഡൻസ് പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ ടോമി തോമസ് SVD ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ദീപം തെളിയിച്ചു. ആത്മീയമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടും ഉള്ള സേവനങ്ങൾ നൽകുന്നത്. മാനവിക സേവനം, പ്രത്യേക
പ്രത്യേകിച്ചും ഈ ഗാത്ര വചനജ്യോതി സ്ഥാപനത്തിൽ 13 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഡയറക്ടറായിരുന്ന ഫാദർ മാത്യു നിരപ്പേരച്ചൻ, ഫാദർ മാത്യു നിരപ്പൻ ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട്. അച്ഛന് സകലം ആരോഗ്യ പ്രശ്നമുള്ളത് കാരണമാണ് മുമ്പോട്ട് വരാത്തത്. അന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ലഹരി മോചന ഞങ്ങളുടെ പരിപാടികളെല്ലാം ഇവിടെ ആരംഭിച്ചത്. എം വിജിൻ MLA സ്മാരകഫലകം അനാച്ഛാദനം ചെയ്തു. മാർ ജോസഫ് പാംപ്ലാനി ആശീർവാദവും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. റവറന്റ് ഫാദർ ആന്റണി പുതുമന SVയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ രേഖ KT, ബിജു P, അരുൺ ദാമോദരൻ, ബിനോയ് KJ, റവറന്റ് ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ, രോഹിണി E, ജോർജ് പിണക്കാട്ട്, വീണ മധുസൂദനൻ, റവറന്റ് ഫാദർ മാത്യു നിരപ്പേൽ, റവറന്റ് ഫാദർ മൈക്കിൾ വെട്ടുമണിക്കൽ, റവറന്റ് ഫാദർ ജോമോൻ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSSPU കരിവള്ളൂർ പെരളം നോർത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം പെൻഷനേഴ്സ് ഭവനിൽ നടന്നു. ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം നോർത്ത് യൂണിറ്റ് സമ്മേളനം ഓണക്കുന്ന് പെൻഷനേഴ്സ് ഭവനിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി P. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് നമ്മുടെ തലവൻ ഞാനും പോലില്ലാതെ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവർ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പണി എടുക്കുന്നതോടൊപ്പമാണ് ഇതിനകത്ത് വരുന്നത്. അത് മാറ്റിവെച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചോല കുപ്പായാലും പച്ചക്കുപ്പായാലും ചുവന്ന കുപ്പായാലും മഞ്ഞ കുപ്പായാലും അത് പടിപ്പടി ഊരി വെച്ച് PC ഗോപിനാഥൻ അധ്യക്ഷനായി. KP അമ്പുകുഞ്ഞി മാസ്റ്റർ, KV കുഞ്ഞിരാമൻ, TV നാരായണൻ, P രവീന്ദ്രനാഥ്, A ലളിതകുമാരി, KV നളിനി, MV കുഞ്ഞമ്പു, KP രാജശേഖരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ, കുഞ്ഞിമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ CDS സംയുക്തമായി അഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷനും കുഞ്ഞിമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ CDSഉം സംയുക്തമായി അഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞെടുത്തോളം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്ത്രീകളുടെ സാമൂഹ്യ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ പരിപാടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചെറിയ തോതിൽ തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ യൂണിറ്റ് അല്ലെങ്കിൽ സംഘം ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കൃഷി ഓഫീസർ അമിത സിസിൽ ക്ലാസ് എടുത്തു. സി രജനി അധ്യക്ഷത വഹിച്ചു. K. ഷീബ, MV സുന, അഗ്രി CRPM സൗമ്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതറ മഹോത്സവത്തിന് തുടക്കമായി. വടക്കൻസ് കലാസമിതിയുടെ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ ചെറുകുന്ന് കതിരുവെക്കും തറയിൽ നിന്നും ക്ഷേത്രസന്നിധിയിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതറ മഹോത്സവം വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെ നടക്കുന്നു. ജനുവരി 18 ഞായറാഴ്ച രാവിലെ മുതൽ ഒഴക്രോം വൈഖരിയുടെ സൗന്ദര്യലഹരി, ദേവീ മഹാത്മ്യം പാരായണം, വൈകിട്ട് വെള്ളാട്ടങ്ങൾ, രാത്രി നീലിയാർ ഭഗവതി, കുട്ടിത്തെയ്യം പുറപ്പാട്. 19 തിങ്കളാഴ്ച പുലർച്ചെ ഉഗ്രമൂർത്തി, പുള്ളിവേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി, വേട്ടയ്ക്കൊരു മകൻ തിറകൾ. രാവിലെ നാഗപൂജ. ഉച്ചയ്ക്ക് 2 മണിക്ക് പുള്ളിവേട്ടയ്ക്കൊരു മകൻ പ്ലാവില തിരുമുടിയോടെ കളിയാട്ടം സമാപിക്കും. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച ഉച്ചയ്ക്കും പ്രസാദ സദ്യ ഉണ്ടാകും. ഓലച്ചൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. എല്ലാ സംക്രമ ദിവസങ്ങളിലും നീലിയാർ ഭഗവതി തിറ കെട്ടിയാടിക്കുന്ന ഉത്തര മലബാറിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും പയ്യന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K. വിജയകുമാർ
അഭിഭാഷകനായി 50 വർഷം പൂർത്തീകരിച്ചത് പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമുചിതമായ പരിപാടികളോടെ ആഘോഷിച്ചു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോത്സ്യർ അച്ചംവീട്ടിൽ നാരായണ പൊതുവാൾ 10ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഡോക്ടർ രാജു നാരായണ സ്വാമി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാവൈഭവം തെളിയിക്കാൻ പടന്നയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30 ഓൺലൈനായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. മത്സരത്തിൽ സിയയ്ക്ക് A ഗ്രേഡിന്റെ സ്വർണ്ണത്തിളക്കം. തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനവുമായി കണ്ടോത്തെ സാധിക. പങ്കെടുത്ത 3 ഇനങ്ങളിലും A ഗ്രേഡ് നേടിയ സാധിക പയ്യന്നൂർ സെന്റ് മേരീസ് സ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.